സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് എന്നാൽ ഞാൻ പോട്ടെ അമ്മയെന്ന് പറയുമ്പം പ്രഭാവതി ദേവികയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദേവികയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ടെങ്കിലും പിന്നീട് പ്രഭാവതിയുടെ കരച്ചിൽ കാണുമ്പം ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പ്രഭാവതിയുടെ ഉള്ളിലെ വിഷമവും സങ്കടവും കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ പ്രഭാവതിയുടെ അടുത്ത് എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, അമ്മ എന്നോട് ഇപ്പോൾ പറഞ്ഞത് അമ്മയുടെ മനസ്സിൽ തട്ടി പറഞ്ഞതല്ല എന്ന് എനിക്കറിയാം, അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എന്തായാലും അമ്മേ, നമ്മൾ നന്ദുവിനെ മാക്സിമം രക്ഷിക്കാനാണ് നോക്കണേ. ഇനിയിപ്പം നന്ദു എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ തെളിയും. പല രഹസ്യങ്ങളും നന്ദു മറച്ചു വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഹരിയങ്കളുടെ വിശ്വാസം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, മോളെ എന്നോട് പൊറുക്കണം എന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പിന്നെ അമ്മയുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്, മകൻ ചെയ്ത തെറ്റുകളെല്ലാം അമ്മ ന്യായീകരിച്ചു. എന്തായാലും അമ്മ ആദ്യം തന്നെ ഈ തെറ്റ് എല്ലാവരോടും പറഞ്ഞായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളാവില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മയാണെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങൾക്കും മക്കൾക്ക് സപ്പോർട്ട് നിൽക്കരുതെന്ന്. ആ സമയത്ത് പ്രഭാവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവിക പറയുന്നുണ്ട്, അമ്മ എന്നോട് പറഞ്ഞല്ലോ എനിക്ക് നന്ദുവിനോട് പകയുണ്ടെന്ന്. ഉണ്ടായിരുന്നു അമ്മേ, എനിക്ക് നല്ല പകയുണ്ടായിരുന്നു. അന്ന് ഇസബല്ലേനെയും നന്ദുവിനെയും ആ ഹോം സ്റ്റേയിൽ വെച്ച് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അത് ഏത് സ്ത്രീക്കാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാവൂലേ. പക്ഷെ ഇപ്പം എനിക്ക് ഒരു പകയുമില്ല, ഒരു ശത്രുതയും ഇല്ല. എൻ്റെ ആരും അല്ലാത്ത ഒരാളോട് എന്തിനാ അമ്മയെ ഞാൻ ശത്രുത വെക്കണേന്ന്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ തന്നെ പ്രഭാവതി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ എന്നോട് പൊറുക്കണം. എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അതൊന്നും മനസ്സിൽ വച്ചേക്കരുത് മോളെ എന്ന് പറയുമ്പം, ഇല്ലമ്മേ എനിക്കതൊക്കെ മനസ്സിലാവും. എന്തായാലും നന്ദുവിനോടുള്ള ആ പക ഞാൻ വീട്ടുകയും ചെയ്തിട്ടുണ്ട് അമ്മേ. അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഭർത്താവിനെ ഉപേക്ഷിച്ച്, അത് തന്നെയാണ് നന്ദുവിനോടുള്ള എൻ്റെ പ്രതികാരം. പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട്, മോളെ എപ്പോഴും ചന്ദ്രോത്ത് വേണം. മോള് ചന്ദ്രോത്തെന്ന് എന്ന് പോയോ അന്ന് മുതലേ ഇവിടെ പ്രശ്നങ്ങളുണ്ടായ. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇപ്പം ആ വക കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലല്ലമ്മേ, എന്തായാലും ഞാൻ ഇറങ്ങുമെന്നും പറഞ്ഞ് ദേവിക പോയതും പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമത്തോടുകൂടി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. ഗിരീഷിനെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശാരിക വരുന്നുണ്ട്. ശാരികയെ കണ്ടതും ഗിരീഷൻ, ശാരി നീ ഇത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വന്നതാ, എനിക്ക് ഗിരീഷ് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പം, എന്താ ശാരി, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, വേറൊന്നും അല്ല ഗിരീഷ് ഏട്ട, നന്ദേട്ടൻ്റെയും ചേച്ചിയുടെയും കാര്യം. ഇനിയിപ്പോൾ നാളെ എന്തായാലും നന്ദേട്ടനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ തീരുമാനിച്ചേക്കുവാണല്ലോ, അതുകൊണ്ട് ഇന്ന് ഗിരീഷേട്ടൻ നന്ദേട്ടനെയും ചേച്ചിയോ ഒന്ന് ശ്രദ്ധിക്കണം. നന്ദേട്ടനോ ചേച്ചിക്കോ എന്തോ ഒരു ആപത്ത് വരാൻ പോകാമെന്ന് എൻ്റെ മനസ്സ് പറയണമെന്ന്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ശാരിക കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഗിരീഷേട്ട, അവരെയൊന്നും എനിക്കറിയില്ലല്ലോ. അതുമാത്രമല്ല അരുന്ധതി മേഡം കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് അവർ നന്ദേട്ടനെ അപായപ്പെടുത്താൻ നോക്കുമെന്ന് എനിക്കൊരു പേടിയെന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതിപ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. അവരുടെ മകനെ കൊന്നയാൾ സ്റ്റേഷനിൽ ഹാജരാവുക എന്ന് പറഞ്ഞാൽ അവരുടെ മകന് നീതി കിട്ടിയെന്നല്ലേ. അതുമാത്രമല്ല നന്ദൻ്റെ എല്ലാ ശത്രുക്കൾക്കും സന്തോഷമാവണ കാര്യമാണ്. നന്ദൻ കുറ്റമേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നന്ദൻ ജയിലിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ അവരെ ഉപദ്രവിക്കാനൊന്നും ആരും നോക്കില്ല എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരിയായിരിക്കും ഗിരീഷേട്ടാ, പക്ഷേ എനിക്ക് എന്തോ ഉള്ളിലൊരു പേടി, എൻ്റെ പേടി മാത്രമായിരിക്കും. എന്നാലും ഗിരീഷേട്ടൻ അവരെ രണ്ടുപേരും ഒന്നും ശ്രദ്ധിക്കണം. എന്തായാലും ചേച്ചി ആകെ തകർന്ന് നിൽക്കുക, ഈ സമയത്ത് ചേച്ചീനെ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നീട് ഗിരീഷൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു ശാരിക, അവർക്ക് രണ്ടുപേർക്കും ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ രജനി അങ്ങോട്ട് വരുന്നത്. രജനീനെ കണ്ടതും ശാരികയാണെങ്കിൽ, എന്തൊക്കെയുണ്ട് ചേച്ചി, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ പരമസുഖ, എൻ്റെ ആങ്ങളേനെ നിങ്ങളെല്ലാവരും ചേർന്ന് ജയിലിലേക്ക് വിടാൻ പോവുമല്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണെന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണേ, അതുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ആ ഒരു തെറ്റിൽ ഞങ്ങളെ വലിച്ചഴിക്കല്ലേ എന്ന് പറയുമ്പം, ഉവാടി നിങ്ങളെല്ലാവരും ഇപ്പോൾ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം, എൻ്റെ ആങ്ങളെയല്ലേ ജയിലിലേക്ക് പോകണേന്നൊക്കെ പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ചേച്ചീനോട് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, എന്തായാലും ഞാൻ പോവുക ഗിരീഷേട്ടൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, എന്നാൽ ശാരിക പോയിക്കോന്ന്. പിന്നീട് രജനി പറയുന്നുണ്ട്, അവളോട് ഞാൻ എന്തോ മോശമായി പെരുമാറിയതുപോലെ ആയാലും അവളുടെ പോക്ക്, അവളുടെ ചേച്ചിയുടെ അതേ അഹങ്കാരം അവൾക്കും കിട്ടിയിട്ടുണ്ടെന്ന്. അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട്, ശരിക്കും നീ ശാരികേനെ അല്ല അപമാനിച്ചത്, എന്നെ അപമാനിച്ചതെന്ന് പറയുമ്പോൾ, എന്താ ഗിരി ഇങ്ങനെ പറയണേന്ന് ചോദിക്കുന്ന സമയത്ത് ശാരിക എന്നെ കണ്ട് നന്ദൻ്റെ കാര്യം പറയാനാണ് വന്നേ, നന്ദനെയും ദേവികേനെയും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ, അപ്പോൾ നീ അവളെ അപമാനിച്ചു വിട്ടു,
ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എൻ്റെ ആങ്ങള ജയിലിലേക്ക് പോണതിൻ്റെ ടെൻഷനില്ല ഞാൻ എന്ന് പറയുമ്പം ആ ടെൻഷൻ ഇവിടെ എല്ലാവർക്കും ഉണ്ട് നന്ദൻ്റെ കാര്യത്തിൽ, നിനക്ക് മാത്രമല്ല. പിന്നെ ഇത് ഇല്ലാത്ത കേസൊന്നുമല്ല, നന്ദൻ ഒരാളെ കൊന്ന കേസാണ്, അതിന് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, അങ്ങനെ അറം പറ്റണ വാക്കുകളൊന്നും പറയില്ല ഗിരി. എന്തായാലും എൻ്റെ കുടുംബത്തിന് എന്തോ ഒരു ശാപം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം, ഒരിക്കലും ഒരു സമാധാനം ഇല്ല എന്നും പറഞ്ഞ് രജനി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ ഋഷീനെയാണ്. അരുന്ധതി ഋഷിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് മതിയായില്ലേടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാമെന്ന്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണേ, അമ്മ ഇങ്ങനെ പേടിക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അരുന്ധതിക്കാണ് ഈ ഋഷിയുടെ ഈ സംസാരം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അരുന്ധതി ചോദിക്കുന്നുണ്ട്, സംഭവങ്ങളൊന്നുമില്ലേ, നാളെ ആ ഹരിയും സിദ്ധാർത്ഥനും ദേവികയും കൂടി ചേർന്ന് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അതോർത്തിട്ടാണ് അമ്മയ്ക്ക് പേടി, എന്തായാലും നാളെ നന്ദൻ സ്റ്റേഷനിൽ ഹാജരാവാനൊന്നും പോണില്ല. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ ഈ പറയണത്, ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടേന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, അമ്മ എന്ത് കേട്ടാലും നാളെ ആ നന്ദൻ സ്റ്റേഷനിൽ ഹാജരാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്ലാൻ മാറ്റും. പിന്നീട് നന്ദൻ്റെ ജീവിതവും വിധിയും എല്ലാം നിർണ്ണയിക്കുന്നത് ഞാനായിരിക്കും. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഋഷി പറയണേ, നീ അടുത്ത കുഴപ്പത്തിനുള്ള പുറപ്പാടാന്ന് തോന്നണമല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, എനിക്കത് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഇന്ന് രാത്രിയും കൂടി നന്ദൻ ചന്ദ്രോത്ത് അച്ഛനമ്മമാരുടെ കൂടെ കിടന്നുറങ്ങും, നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ അവൻ എൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഋഷി പറയണേ, ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് അമ്മയുടെ സമ്മതം ഇവിടെ ആർക്കാ വേണ്ടതെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അരുന്ധതി ആണെങ്കിൽ നല്ലോണം ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് ഋഷി പറയുന്നുണ്ട്, നാളത്തെ പ്രഭാതം നല്ലതായി വരാൻ അമ്മ എന്തായാലും പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഋഷി പറഞ്ഞിട്ട് പോയതും ഈ അരുന്ധതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലയാണ്. ഇസബെല്ല ആർക്കോ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്ലാൻ നടക്കണം, രാത്രി ഒരു 11 മണിയാകുമ്പം അങ്ങോട്ട് ചെന്നാൽ മതി, കൂടുതൽ പേരൊന്നും വേണ്ട, കുറച്ച് പേര് മതി, കാര്യങ്ങൾ നടന്നതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി, അതും ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. പിന്നെ ഒരു കാര്യം, അയാൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞങ്ങളുടെ കയ്യിലെത്തിക്കണം. ആ സമയത്ത് വിളിച്ചയാൾ ആ കാര്യത്തിൽ ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേസമയം കെവിൻ അങ്ങോട്ട് വരുന്നുണ്ട്. കെവിനെ കണ്ടതും പെട്ടെന്ന് തന്നെ ഇസബെല്ല ശബ്ദം താത്തി അയാളോട് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം കെവിൻ ചോദിക്കുന്നുണ്ട്, ബെല്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ, ഞാൻ അറിയാതെ നീ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അതൊരു അടിക്കേസാണ്. ആരുടെ കേസാണ്, നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ആണോ എന്ന് ചോദിക്കുമ്പം നമ്മളുമായി ബന്ധപ്പെട്ട ആളുടെ, പക്ഷേ ആളുടെ പേരറിഞ്ഞാൽ നീ ഇപ്പോൾ ഇടയും, അതുകൊണ്ട് ഞാൻ തൽക്കാലം നിന്നോട് പറയണില്ല, എന്തായാലും കാര്യം നടക്കട്ടെ, അതിനുശേഷം സത്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാമെന്ന്. അങ്ങനെ ഇസബെല്ല അങ്ങോട്ട് പോയതും കെവിനാണെങ്കിൽ ആകെ സംശയത്തിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും രാധികേനെയൊക്കെയാണ്. രാധികയാണെങ്കിൽ ഞാൻ മാധവേട്ടന് കഞ്ഞി കൊടുക്കട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ശാരിക അങ്ങോട്ട് വന്നതും, ഞാൻ കഞ്ഞിക്ക് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട്, 2 വിസിലടിക്കുമ്പോൾ നീ അത് ഓഫ് ചെയ്തേക്കണം, ഇനി മറന്നു പോയെന്നൊന്നും പറഞ്ഞേക്കരുതെന്നും പറഞ്ഞ് മാധവന് കഞ്ഞി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ശാരികയാണെങ്കിൽ ദേവികയുടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി, ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചാൽ ചേച്ചി സത്യം പറയണം, എന്നോട് ദേഷ്യപ്പെടരുത്, എന്താ ശാരി, കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ദേഷ്യപ്പെടുന്നതാണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ഇപ്പോഴും ചേച്ചിക്ക് നന്ദേട്ടൻ്റെ കാര്യത്തിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ താല്പര്യം ഇല്ലാതിരിക്കുമോ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരാളല്ലേ നന്ദു, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ചേച്ചിക്ക് ഞാനൊരു കുത്ത് വെച്ച് തരൂ കേട്ടോ, ചേച്ചി ഇപ്പോൾ അസല് രാഷ്ട്രീയക്കാരി ആയേക്കുക, അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കണം, എന്ത് ചോദിച്ചാലും അതിനപ്പം തന്നെ മറുപടി ഉണ്ടാവുമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, പിന്നെ എന്താ ശാരി ഞാൻ പറയണ്ടേന്ന് ചോദിക്കുമ്പം അല്ല, നന്ദേട്ടനെ ചേച്ചി ഇപ്പോഴും മനസ്സിൽ കൊണ്ടേ നടക്കുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പം ഇല്ല ശാരി, ഒരിക്കലും ഇല്ല, അന്ന് ഇസബെല്ലേനെയും നന്ദുവിനെയും ആ ഹോം സ്റ്റേയിൽ വെച്ച് കണ്ടത് എനിക്ക് ഈ ജന്മം മറക്കാൻ പറ്റില്ല, എന്തായാലും ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ച അന്ന് കണ്ടേന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ഇപ്പം ചേച്ചി അങ്ങനെയൊക്കെ പറയും, എന്തായാലും പല സ്ത്രീകളും ആ ഒരാളുടെ സാമീപ്യത്തിൽ അല്പസമയം ആശ്വാസം കിട്ടുമ്പോഴാണ് വീണ്ടും അയാളിലേക്ക് തന്നെ ചുരുങ്ങണമെന്ന് തീരുമാനിക്കുന്നത്, അങ്ങനെ കയറിയ കയത്തിലേക്ക് തന്നെ വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അങ്ങനെ ചേച്ചിക്ക് സംഭവിക്കരുതെന്ന് പറയുമ്പം ദേവിക അത്ഭുതത്തോടുകൂടി ശാരികയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിതൊക്കെ എങ്ങനെയാണ് ശാരി മനസ്സിലാവണേന്ന് ചോദിക്കുമ്പം ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് എനിക്കിതെല്ലാം മനസ്സിലാവണ ചേച്ചി, അതെല്ലാം അവരുടെയും ജീവിതാനുഭവം, ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവം പുസ്തകത്തിൽ എഴുതി വയ്ക്കണതാണ്. ആ സമയം ദേവികയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല ശാരി, എന്തായാലും ഇനി എനിക്ക് നന്ദുവിനെ പഴയതുപോലെ കാണാൻ പറ്റില്ല. ആ സമയത്താണ് കുക്കറിൻ്റെ വിസിലടിക്കുന്നത്.
വേഗം തന്നെ രാധിക വരുന്നുണ്ട്. എന്നിട്ട് വിസിലടിച്ചില്ലേ, നീ എന്താ ഓഫ് ചെയ്യാത്തതെന്ന് ചോദിച്ചതും ഹരിയാണെങ്കിൽ വേഗം എഴുന്നേറ്റ് ഓടുന്നുണ്ട്. ഇതേ സമയം രാധിക അങ്ങോട്ട് വന്നിട്ട് ഇവളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മ അവളോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, അവൾ ഞാനുമായിട്ട് സംസാരിച്ചിരുന്ന് മറന്നുപോയതാണ്. പിന്നീട് ദേവിക ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ നിന്നതും രാധിക പറയുന്നുണ്ട്, മോള് വിഷമിക്കരുത്, മോള് ധൈര്യം കൈവിടരുത്, മോള് പുറമെ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയാന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം ദേവികയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നാളെ നന്ദൻ സ്റ്റേഷനിൽ ഹാജരാകും, അതോടുകൂടി പിന്നെ നന്ദനെ ജയിലിലേക്ക് കോടതി പറഞ്ഞുവിടും, അതുകൊണ്ട് മോള് എന്തു വന്നാലും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്ത് വീടാണ്. സിദ്ധാർത്ഥനും പ്രഭാവതിയും ഉറങ്ങണ സമയത്ത് പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ആ വണ്ടിയിൽ നിന്ന് 3 ആളുകൾ ഇറങ്ങിയിട്ട് അവർ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഗേറ്റ് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പം ഗേറ്റൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ അവർ മതിൽ ചാടി 3 പേരും മുറ്റത്തേക്ക് വന്നിട്ട് 2 പേര് സിറ്റൗട്ടിൻ്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. മൂന്നാമനാണെങ്കിൽ ഫ്രണ്ടിലെ ഡോർ എങ്ങനെയോ തുറന്ന് അകത്ത് കയറുന്നുണ്ട്. പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും ഉറങ്ങുകയാണെങ്കിലും സിദ്ധാർത്ഥൻ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറന്നിട്ട് പ്രഭാവതിയുടെ നേരെ നോക്കുമ്പം പ്രഭാവതി നല്ല ഉറക്കത്തിൽ തന്നെയാണെന്ന് കണ്ടിട്ട് വീണ്ടും സിദ്ധാർത്ഥനാണെങ്കിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ഇതേ സമയം അകത്ത് കയറിയ ആ ഒരാൾ സിദ്ധാർത്ഥനും പ്രഭാവതിയും കിടക്കണ ആ ഒരു റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് ചുറ്റിനും നോക്കുമ്പം സിദ്ധാർത്ഥനും പ്രഭാവതിയും ഉറങ്ങുന്നത് കാണുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിയൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ആൾ റൂമിൽ കയറിയതൊന്നും പ്രഭാവതിയും സിദ്ധാർത്ഥനും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അയാൾ റൂമിലേക്ക് കയറിയിട്ട് ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥനൊക്കെ ഉറക്കം തെളിഞ്ഞ് ഇയാളെ പിടിക്കാനാണ് കൂടുതൽ സാധ്യത. പിന്നെ ശാരിക ഗിരീഷിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഗിരീഷൻ ചിലപ്പോൾ നന്ദനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തായാലും ഇവർക്ക് നന്ദനെ തട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല. ഇനി വരുന്ന എപ്പിസോഡുകൾ അങ്ങനത്തെ എപ്പിസോഡുകളാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.